മഹാഭാരതം 10ാമത്തെ എപ്പിസോഡ്. ആർ.കെ. നാരായണൻ്റെ മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് എപ്പിസോഡ് 9-ൽ നമ്മൾ 3ാമത്തെ ചാപ്റ്ററായ, എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ഹൗസ് ഓഫ് ജോയ് ആൻഡ് ആഷസ്. ഹൗസ് ഓഫ് ജോയ് ആൻഡ് ആഷസിൻ്റെ ആദ്യത്തെ സെഷൻ തുടങ്ങിയിരുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കഥ, അതായത് ധൃതരാഷ്ട്രവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സംഭാഷണത്തിലാണ് നമ്മൾ നിർത്തിയിരുന്നത്. ധൃതരാഷ്ട്രക്ക് യുധിഷ്ഠിരനെ രാജാവായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ച ശേഷം എന്ത് പറ്റി? മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചതിന് ശേഷം ഒരു സംശയത്തിലായി. ആരെയാണ് നമ്മൾ അടുത്ത രാജാവായിട്ട് പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ധൃതരാഷ്ട്ര വീണ്ടും സംശയത്തിലായി ദുര്യോധനനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ദുര്യോധനനെ വിളിച്ചു. ഇന്ന് നമ്മൾ ഇവിടെ നിന്നാണ് കഥ തുടരാൻ പോകുന്നത്. ദുര്യോധനൻ അച്ഛൻ്റെ തീരുമാനത്തിൽ ദുര്യോധനൻ ഞെട്ടിയിരിക്കുകയായിരുന്നേ. ധൃതരാഷ്ട്ര പറഞ്ഞേ യുധിഷ്ഠിരനെ നമുക്ക് രാജാവാക്കാന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ ഞെട്ടി, പേടിച്ച് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം തന്നിൽ നിന്ന് പോവോ എന്നുള്ളത്. അപ്പോൾ ഈ തീരുമാനം തെറ്റാണെന്ന് അച്ഛൻ്റെ അടുത്ത് അറിയിക്കാനാണ് ദുര്യോധനൻ വന്നിരിക്കുന്നത്. അപ്പം ജനങ്ങൾക്കെതിരാണ് രാജാവിൻ്റെ തീരുമാനം. കാരണം ഞാൻ നിങ്ങളുടെ മകനാണ്, പാണ്ഡുവിൻ്റെ മക്കളെ, ഈ പാണ്ഡുവിൻ്റെ വംശമായിരിക്കും രാജ്യം ഭരിക്കാൻ പോണത്. ആ തീരുമാനം ശരിയല്ലല്ലോ. അതുമാത്രമല്ല, ഈ പാണ്ഡുവിൻ്റെ മക്കളില്ലേ, ഈ 5 മക്കൾ, യുധിഷ്ഠിരനും ഭീമസേനനും അർജുനനും നകുലനും സഹദേവനും, ഒരാളും കൂടി ഉണ്ട്. ആരാ? 5 പേരായില്ലേ? യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. അതിനെയാണ് പഞ്ചപാണ്ഡവൻ എന്ന് പറയാറില്ല. യുധിഷ്ഠിരൻ എന്ന് പറയാം, അല്ലെങ്കിൽ ധർമ്മപുത്രൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഭീഷ്മാചാര്യരുടെ അടുത്ത് സംസാരിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പറയുന്ന 5 പാണ്ഡവന്മാരിലെ പഞ്ചപാണ്ഡവന്മാരെയും നാട് കടത്താം എന്ന് ദുര്യോധനൻ ധൃതരാഷ്ട്രോട് പറയാണ്. ദുര്യോധനൻ്റെ അച്ഛനാണ് ധൃതരാഷ്ട്രൻ. ധൃതരാഷ്ട്രക്കാണ് കണ്ണ് കാണാതെ. ധൃതരാഷ്ട്രാണ് ഇപ്പം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ നാട് കടത്താന്ന് പറയുന്നത്? ഇവർക്ക് ഭയങ്കര കഴിവുണ്ടെങ്കിലേ ഇവരവസാനം നമ്മളെ കീഴടക്കിയാലോ. അച്ഛൻ അതുകൊണ്ട് ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട. അച്ഛൻ്റെ ജീവിതകാലം മുഴുവനും ഇവിടെ നമ്മളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്, ഭീഷ്മാചാര്യരുണ്ട്. പാണ്ഡുവിൻ്റെ മക്കള് നമ്മളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടില്ല. അച്ഛൻ്റെ മക്കളായ, അച്ഛനെ കണ്ണു കാണാത്തത് കൊണ്ടല്ലേ അച്ഛനെ രാജാവാക്കാൻ പറ്റാതിരുന്നത്. ധൃതരാഷ്ട്രം ദുര്യോധനൻ പറയാണ്, ധൃതരാഷ്ട്രോട് പറയണേ, അല്ലെങ്കിൽ അച്ഛനല്ലേ മൂത്ത മകൻ, അച്ഛനല്ലേ ശരിക്കും രാജ്യം ഭരിക്കേണ്ടത്. അപ്പോൾ അച്ഛൻ്റെ മക്കളായ ഞങ്ങളല്ലേ രാജ്യം ഭരിക്കേണ്ടത്. മാത്രമല്ല, ഈ പറയുന്ന ഹസ്തിനപുരത്തിൽ നിന്ന് പാണ്ഡുവിൻ്റെ മക്കളെ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റണം. പാണ്ഡുവിൻ്റെ മക്കൾ ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ യുധിഷ്ഠിരനോ ആരെങ്കിലും രാജാവായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജാവ് ആരായിരിക്കും? യുധിഷ്ഠിരൻ്റെ മക്കൾ, അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ അനുജന്മാർ, അല്ലെങ്കിൽ അവരുടെ മക്കൾ. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രക്ക് ചരിത്രത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരെ നമുക്ക് നാട് കടത്താം. തൽക്കാലം
നമ്മുടെ രാജ്യത്തിൽ അവർ ആവശ്യമില്ല, തലസ്ഥാനത്ത് അവർ നിൽക്കണ്ട, അവരോട് ഇവിടുന്ന് പോവാൻ പറയണം എന്ന് ആരാ പറയണേ? ദുര്യോധനൻ അച്ഛനായ ധൃതരാഷ്ട്രനോട് പറയാണ്. അപ്പൊ ധൃതരാഷ്ട്രം എന്ത് പറയും? ധൃതരാഷ്ട്രം ഇപ്പം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ് യുധിഷ്ഠിറുമായിട്ട് സംസാരിക്കാൻ. ഇതെങ്ങനെയെങ്കിലും നമുക്ക് ഈ പറഞ്ഞിട്ട് ശരിയാക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ധൃതരാഷ്ട്രം എന്ത് ചെയ്യും? കുറച്ച് യുധിഷ്ഠിരനോട് പതുക്കെ പറയും. യുധിഷ്ഠിരനെ വിളിക്കും. യുധിഷ്ഠിരനുമായിട്ട് സംസാരിച്ചിട്ട് യുധിഷ്ഠിരനെ നാട് കടത്തണമല്ലോ. അപ്പോൾ പറയും, യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രം വിളിപ്പിക്കും. 2-3 ദിവസം കഴിഞ്ഞിട്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിപ്പിക്കും. പുസ്തകത്തിൽ നിന്ന് എഴുതിയിരിക്കണ അറിയാം. ധൃതരാഷ്ട്ര വെയിറ്റഡ് ഫോർ 2 days. 2 ദിവസം വെയിറ്റ് ചെയ്തു, 2 ദിവസം കാത്തു നിന്നു. ആൻഡ് ദെൻ സമ്മണ്ട് യുധിഷ്ഠിര. സമ്മണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിപ്പിച്ചു. ഓക്കെ. എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, ഹൗ ഹാർഡ് വർക്കിംഗ് യു ആർ. നീ എത്ര നന്നായിട്ട് പണിയെടുക്കുന്ന ആളാണ്. ഹാർഡ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനാധ്വാനി. ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞു. എൻ്റെ ഭാഗ്യം, ഇറ്റ് ഈസ് മൈ ഗുഡ് ഫോർച്യൂൺ ടു ഹാവ് യുവർ ഹെൽപ്പ്. യു ഹാവ് റിലീവ്ഡ് മീ ഓഫ് മച്ച് ഫെറ്റിഗിങ് വർക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കഷ്ടമുള്ള പണികളും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പണികളിൽ നിന്നും നീ എനിക്ക് ആശ്വാസം തന്നു. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നീ ഇവിടെ എൻ്റെ കൂടെ ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നി, ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നി, നിങ്ങൾക്ക് വല്ല മാറ്റങ്ങളും വേണമല്ലോ. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാവില്ല. നിനക്ക് കുറച്ച് റിലാക്സേഷൻ വേണം. അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും. നിനക്ക് എവിടെ ഇഷ്ടമുള്ള വെച്ചാൽ അവിടേക്ക് പോവാം. നീ ഇവിടെ തന്നെ ഇരുന്ന് എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട എന്ന് ധൃതരാഷ്ട്ര യുധിഷ്ഠിരനോട് ഭയങ്കര പക്വതയോടെ നല്ല രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പോൾ ദുര്യോധനൻ ഓൾറെഡി ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇത് പ്രകാരം ധൃതരാഷ്ട്രം തീരുമാനിച്ചിരിക്കുന്നു. വരണവട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. വരണവട്ട, എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം ദി ക്യാപിറ്റൽ. കുറച്ച് ദൂരം, വരണവട്ട എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. വരണവട്ട എന്ന് പറഞ്ഞ് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് യുധിഷ്ഠിരനെ പഞ്ചപാണ്ഡവന്മാരെയും പറഞ്ഞയക്കാൻ വേണ്ടി ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നായി. അപ്പോൾ ആ പറയുന്ന സ്ഥലത്തിൽ, വരണവട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശിവൻ്റെ വലിയ ഉത്സവം നടക്കുന്നുണ്ട്. ആ സമയത്ത് നിറച്ച ആൾക്കാർ വരും നമ്മുടെ. അതുകൊണ്ട് ധൃതരാഷ്ട്ര യുധിഷ്ഠിരനോട് പറയും, ഈ സ്ഥലത്തേക്ക് അമ്മയും അനുജന്മാരെയും കൊണ്ട് നീ അവിടെ പോയിട്ട് കുറച്ച് ദിവസം ആസ്വദിച്ചിട്ട് വരിക. ടേക്ക് യുവർ മദർ ആൻഡ് ബ്രദേഴ്സ് അലോങ്. ടേക്ക് എ ലോട്ട് ഓഫ് ഗിഫ്റ്റ്സ് വിത്ത് യു സോ ദാറ്റ് യു മേ ഡിസ്ട്രിബ്യൂട്ട് ദി പ്രസൻറ്റ്സ് ലിബറലി ടു ദി ആർട്ടിസ്റ്റ്, പെർഫോമേഴ്സ് ആൻഡ് ലേൺഡ് മെൻ. സ്റ്റേ ആസ് ലോങ് ആസ് യു ലൈക്ക് വരണവട്ട. നിനക്ക് എത്ര കാലം അവിടെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അത്രയും കാലം അവിടെ താമസിക്കുക. The heir to the throne must become familiar with all parts of the country. ഇനിയുള്ള അടുത്ത രാജാവാകാൻ പോകുന്ന ആൾക്ക് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും നന്നായിട്ട് പരിചിതമായിരിക്കണം. അതുകൊണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി രാജ്യം മുഴുവനും കണ്ടിട്ട് വരണം. എല്ലാ തരത്തിലുള്ള നമ്മുടെ എന്താ പറയുക ആൾക്കാരില്ലേ, ജനങ്ങളില്ലേ, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഞാൻ അവരെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരുന്നാലല്ലേ നമുക്ക് രാജ്യത്തിൽ ഭരിക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ പറ്റിയും പരിചയപ്പെടും. ഇതുമൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങളെ അമ്മയും അനുജന്മാരും പഞ്ചപാണ്ഡവന്മാരും കുന്തി ദേവിയും കൂടി പോകണം എന്ന് ധൃതരാഷ്ട്ര യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു.
ഈ കാര്യങ്ങളൊക്കെ യുധിഷ്ഠിരന് ഏകദേശം മനസ്സിലായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ കേട്ടത് യുധിഷ്ഠിരനും ധൃതരാഷ്ട്രവും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ. ഇത് നമ്മളെന്ത് ചെയ്തു? ധൃതരാഷ്ട്രർക്ക് യുധിഷ്ഠിരനെ നാട് കടത്താൻ വേണ്ടിയുള്ള പ്ലാന് ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ധൃതരാഷ്ട്ര യുധിഷ്ഠിരനോട് നാട് വിടാൻ വളരെ ഭംഗിയായിട്ടുള്ള വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ഇതുപോലെ ശിവൻ്റെ ഉത്സവത്തിന് വേണ്ടി വരണ്ണവട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തൽക്കാലത്തേക്ക് പോയിട്ട് വരൂ എന്ന് യുധിഷ്ഠിരനോട് ധൃതരാഷ്ട്രം പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ജ്യോത്സ്യന്മാരൊക്കെ തീരുമാനിച്ച് യുധിഷ്ഠിരൻ തൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയിൽ നിന്ന് യാത്ര തുടങ്ങി. കുറച്ച് തേരിൽ, അന്ന് രാജാക്കന്മാർക്കൊക്കെ തേരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ തേരിൽ ഇവർ യാത്ര തുടങ്ങി. അപ്പോൾ കുറേ ആൾക്കാർ ഇവരുടെ കൂടെയും പോകാൻ തുടങ്ങി. അതാണ് ഇന്നത്തെ കഥ. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എൻ്റെ കുട്ടി ഉറങ്ങുകയും ചെയ്തു അല്ലേ?